എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രേണുസുതിയെക്കുറിച്ചാണ്. ഈ രേണുസുതിയുടെ വീഡിയോ പലപ്പോഴും ചെയ്യുമ്പോൾ ഇതേ കുട്ടികളോ വേറെ വിഷയം ചെയ്യുമെന്നൊക്കെ ഉള്ള കമൻറ്റ് വരാറുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ പറയുമെങ്കിലും രേണുസുതിയുടെ വീഡിയോയ്ക്കാണ് റേറ്റിംഗ് ഉള്ളതും അതുപോലെ ട്രെൻഡിങ്ങിലൊക്കെ പോകുന്നത് എപ്പോഴും രേണുസുതിയുടെ വീഡിയോ. ജനങ്ങൾക്ക് എന്താണ് രേണുസുതി ചെയ്യുന്നതെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്, ഇല്ലാതൊന്നുമില്ല. അത് രേണുസുതിയെ ഒരു സാധാരണക്കാരിയായിട്ട് തന്നെ ജനങ്ങൾ കണ്ടതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഒരു ഫിലിം സ്റ്റാർ വന്ന് അവരെന്തെങ്കിലും കോപ്രായങ്ങൾ ഇനി കാണിച്ചാൽ പോലും ഇത്രയും നെഗറ്റീവ് കമൻ്റ് ഇടാനോ അല്ലെ ഇത്രയും ശ്രദ്ധിക്കപ്പെടാനൊന്നും പോകില്ല. ഇത് സുധി മരിച്ചപ്പം ഈ രേണു കുറച്ചധികം ഇൻ്റർവ്യൂ കൊടുക്കുകയും കുറേ അധികം സങ്കടപ്പെടുകയും എല്ലാം ചെയ്തപ്പോൾ ജനങ്ങളിങ്ങനെ അങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞൊരു എന്നും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ പേരിൽ ജനങ്ങൾ അങ്ങോട്ട് രേണുവിനെ അമിതമായിട്ട് സ്നേഹിച്ച് രേണു എന്നും ഇങ്ങനെ രേണു സുധിയെപ്പറ്റി മാത്രം ആലോചിച്ച് കരഞ്ഞു പോവി എന്നും ഇൻ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ എന്തോ ഒരു രേണു പറയാതെ ജനങ്ങൾ രേണുവിൻ്റെ പുറത്തൊരു പ്രതീക്ഷ അങ്ങനെ വെച്ചെന്ന് തോന്നുന്നു. ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പിന്നീട് രേണു ഇപ്പോൾ പെരുമാറുമ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. പിന്നെ ആകെ ഒരു മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് കമൻ്റ് ഇടുക. ഞാൻ ഇവിടെ രേണുസുതിയെക്കുറിച്ച് ഒത്തിരി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതേപോലെ എതിർത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ദാസേട്ടനുമായിട്ട് ആ റോട്ടിൽ കിടന്ന് ട്രാഫിക്ക് തടസ്സമാക്കിക്കൊണ്ടൊരു റീൽ ചെയ്തില്ല, അതെനിക്ക് യോജിപ്പ് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞ് അങ്ങനെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീ വന്നിട്ട് പോലീസിന് വിളിച്ച് പറയല്ലേ ഇവരെ കൊണ്ട് വയ്യോ, ഇവരുടെ കെട്ടിപ്പിടുത്തം, ഇവരുടെ ഉമ്മോക്കൽ ഇതെല്ലാം കണ്ട് മടുത്തെന്ന്, അതിനോട് യോജിപ്പില്ല. കാരണം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഹോം പേജിൽ പല കാര്യങ്ങൾ വരും. നമുക്കത് കാണണമെന്ന് തോന്നി നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് കാണുകയുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വരുന്നെങ്കിൽ നമുക്കത് അങ്ങനെ പാസ് ചെയ്ത് വിടാം, നമുക്ക് ഇഷ്ടമില്ലേ സ്കിപ്പ് ചെയ്ത് വിടാം, കാണേണ്ട കാര്യമില്ല. നമ്മളത് കണ്ടതിന് ശേഷവും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവരെ മര്യാദയ്ക്ക് നിർത്തണമെന്നൊക്കെ പറയാൻ നമുക്ക് എന്താ അവകാശം? ഇവിടെ ഈ ലോകത്ത് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഇല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. രേണുസുതി എന്ത് ചെയ്താലും നമുക്ക് അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് ഇപ്പോൾ വഴിയിൽ റോഡിൽ റീലെടുത്ത് ട്രാഫിക്ക് ബ്ലോക്കാക്കി അതിൻ്റെതായ മന്ത്രി നിയമങ്ങളൊക്കെ ഉണ്ട്, അവരെടുക്കും. അത് കണ്ടേച്ച് അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനെ വിളിക്കുക എന്ന് പറയുന്നതോട് യോജിപ്പില്ല. കാണാതിരിക്കുക. ആ വ്യക്തിയെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുഖം വരുന്ന ഹോം പേജിൽ നോക്കുമ്പോൾ അവരുടെ മുഖം വരുമ്പോൾ നമുക്ക് ഇഷ്ടമില്ല, നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഇതങ്ങനെയല്ല. എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ എല്ലാം പോയി തിരഞ്ഞു പിടിച്ച് കാണും. തിരഞ്ഞു പിടിച്ച് കണ്ടിട്ട് അവരെ ഇഷ്ടമില്ലാത്തതിന് അതേപോലെ തെറി വിളിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മറുസൈഡിലൊരു ചോദ്യം കിടപ്പുണ്ട്. ഇതേ ചെയ്തുകൾ ഒരു സിനിമാ നടിയാണ് ചെയ്യുന്നത്, നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ രേണുസുതിയെ നമുക്ക് സിനിമാ നടിയായിട്ടും അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് നമ്മളുടെ ഒരു കുഴപ്പമായിട്ട് തോന്നുന്നത്. കാരണം എന്താ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബാലതാരങ്ങളെ ഇവിടെ കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ കൊച്ചുങ്ങളെ കൊച്ചായിട്ട് കണ്ട് കുറേ സിനിമകളിലോ ഒരു 1-2 സീരിയലിലോ ഒക്കെ നമ്മൾ കണ്ട് മനസ്സിൽ കയറ്റി കുഞ്ഞായിട്ട് നമ്മൾ കണ്ടൊന്ന് വരുമ്പോൾ തന്നെ ഇരുന്നേ ചെഴുന്നേക്കുന്ന പോലെ ആ പിള്ളേർ പെൺകൊച്ചുങ്ങൾ അങ്ങ് വലുതാവും. ഒരു 2-3 വർഷം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല. അതുപോലെ ആ പിള്ളേർ വളരും. പിള്ളേരെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും എല്ലാം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ എൻ്റെയൊക്കെ ആണെങ്കിലും കൊച്ചുമായിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ആ കുഞ്ഞിലെ കണ്ട് കുറേ 2-3 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ഇവർ ഇത്രയായോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് ആൾക്കാർ. അത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ബാലതാരങ്ങളുടെ ഒരു കാര്യം ഇത്, നമ്മൾ അതുങ്ങളെ കുഞ്ഞായിട്ട് കണ്ടേച്ചിരിക്കുമ്പം ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ ഒരു ഫോട്ടോഷൂട്ട് വെളിയിൽ വരിക. ഇവർ വലുതായതിന് ശേഷം സിനിമയിൽ വലിയ നായികയായിട്ട് അവസരം വേണം, അപ്പം ഞങ്ങൾ എന്തിനും തയ്യാറാണെന്നൊരു ബോർഡ് നെറ്റിയിൽ ഇവർ എഴുതി ഒട്ടിക്കും. അതെങ്ങനെ എഴുതി ഒട്ടിക്കാമെന്ന് ചോദിച്ചാൽ തുണിയില്ലാത്ത ഫോട്ടോഷൂട്ടാണ്. മറയ്ക്കേണ്ടതെല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് ഇവർ ശരീര വളർച്ചയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം മറയ്ക്കേണ്ടതെല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് ഇടിയിലുണ്ട്. അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ സിനിമാ ലോകത്തോട് ഞങ്ങൾ ഏത് വേഷം ചെയ്യാനും തയ്യാറാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുങ്ങളെ കുഞ്ഞായിട്ട് കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ഈ ഒരു സീൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അവർ സിനിമാ നടികളാവുന്നതുകൊണ്ട് നമ്മളൊന്നും പറയത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. നമുക്ക് അത്ര പ്രതിഷേധമില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ കമൻ്റ് ഇടുന്നുണ്ടാവും ആൾക്കാർ. എന്നാലും രേണുസുതിയെയും ആ സംഭവം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ രേണുസുതിക്ക് അവർ ഈ ഫീൽഡ് വിട്ട് പോകണം എന്നുള്ള രീതിയിൽ അറ്റാക്കാണ്. ശരിക്കും അവർ പറയുന്ന പോലെ അവർ ഇൻ്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നില്ല അവർ കൊല്ലം സുധിയുടെ വൈഫാണ്, എനിക്ക് കുറച്ച് പൈസ തരണം അല്ലെ എനിക്ക് കുറച്ച് സാധനം തരണം എന്നൊക്കെ പറഞ്ഞ് അവരെവിടെയെങ്കിലും പോയി ചോദിച്ചാൽ തരികയില്ല. അവർ അധ്വാനിച്ച് കാശുണ്ടാക്കിയാലേ തരുള്ളൂ. അതിന് അവർ തിരഞ്ഞെടുത്തത് ഈ ഫീൽഡായിപ്പോയി. ഈ ഫീൽഡിൽ അവർക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നും പറഞ്ഞാണ് ഇപ്പം കിടന്ന കോലാഹലം.
ഈ അഭിനയിക്കാൻ അറിയില്ലെന്ന് പറയുന്ന ഇവിടുത്തെ പല നായികമാരും പല നായകന്മാരും അങ്ങോട്ട് പൈസ 25 ലക്ഷം 50 ലക്ഷമൊക്കെ കൊടുത്ത് സിനിമയിൽ കയറിയ വലിയ വലിയ താരങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം നന്നായിട്ട് അഭിനയിക്കുന്നത്. തുടക്കകാലത്തൊന്നും അഭിനയിക്കാൻ അറിയത്തില്ല. അഭിനയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ബൈ ബർത്ത് കിട്ടുന്നവരുണ്ട്, അവർ ചെയ്യും. അല്ലാത്തവർ അഭിനയം പഠിക്കുക തന്നെ ചെയ്തത്. പഠിച്ചാലും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അഭിനയം എന്ന് പറയുന്നത്. രേണുസുതി ആദ്യം അഭിനയിച്ചതൊന്നും ഒട്ടും ഒത്തിട്ടില്ലെന്നുള്ളത് സത്യമാണ്. ഇപ്പം പക്ഷേ ബെറ്ററായി വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവരൊന്നുകൂടെ നല്ലതാവും. അല്ലാതെ ഇപ്പം അഭിനയിക്കുന്നൊന്നും മുഖത്ത് അത്ര ഈ പാവങ്ങളൊക്കെ കണ്ട ഈ ആൾക്കാർ കളിയാക്കുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നും. അത്ര വലിയ അഭിനയം വന്നിട്ടില്ല. പക്ഷേ ഡിനോസറിൻ്റെ കുഞ്ഞ്, പല്ലിയുടെ മോന്ത, അങ്ങനെ എന്തൊക്കെയോ പറയുമെന്ന് രേണുസുതി ഇന്നലെ ഇൻ്റർവ്യൂ പറയുന്നുണ്ട് വെറൈറ്റി മീഡിയയിൽ. അതുപോലൊന്നും ഇല്ല. അങ്ങനെയൊന്നും കളിയാക്കാനും പാടില്ല. അതിനുള്ള അർഹത നമുക്കില്ല. ഒരാളെ അങ്ങനെ ബോഡി ഷെയിം ചെയ്യാനുള്ള അർഹത നമുക്കില്ല സത്യത്തിൽ. അപ്പോൾ ഈ രേണുസുതിയുടെ കൂടെ ഏവിയേഷൻ കോഴ്സിന് ചങ്ങനാശ്ശേരി പഠിച്ച ഒരു പെൺകുട്ടി, അവർക്ക് ചാനലുണ്ട്. അവർ വന്ന് അതിൽ ഈ രേണുസുതിയെ പറ്റി പറയണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നു. ആ കൊച്ചിന് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ലോങ് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുക്കാമായിരുന്നു. എന്നാൽ ഇപ്പം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇപ്പം അത് തുറന്ന് പറയണം. അവരുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അന്ന് രേണുസുതി എങ്ങനെയാണ് അവരോടൊക്കെ പെരുമാറിയത്, അല്ലെ ആ രേണുസുതിയുടെ സ്വഭാവം എന്താണ്, ഇനി പറയാതിരുന്നാൽ ശരിയാവില്ലെന്നും പറഞ്ഞ് അവർ വന്ന് കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് കേൾക്കാം. ചങ്ങനാശ്ശേരിയിലാണ് ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഞങ്ങളിവിടെ പറയാൻ ഉദ്ദേശിച്ച മെയിൻ കാര്യമെന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളാണ്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും തിരക്കിയാൽ അറിയാൻ പറ്റും. ഫ്ലൈവിക്സ് ചങ്ങനാശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ചേച്ചി എന്ന് പറയുന്ന ചേച്ചിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നമ്മൾ ഒരാളെ ക്യാരക്ടർ ബേസ് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ് എന്നൊരിക്കലും പറയാൻ നിൽക്കരുത്. കാരണം അതിന് നേരെ മറിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ഞാൻ അന്ന് പഠിച്ച കൂട്ടത്തിൽ രേഷ്മ ചേച്ചി ഏറ്റവും നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, മറ്റുള്ള ആൾക്കാരെ വൾഗർ ചെയ്ത് സംസാരിക്കുക, ഒരു മോശം വേർഡ് പോലും ചേച്ചി സംസാരിക്കുന്നതായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. മോശം ഒരു വാക്ക് പോലും ചേച്ചി സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ നല്ല രീതിയിലുള്ള സംസാരവും കാര്യവും ഒക്കെ തന്നെയാണ് ചേച്ചിയുടെ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി പെട്ടെന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ദൈവവിശ്വാസി കൂടിയാണ് കേട്ടോ ചേച്ചി. അപ്പം ഞാൻ പ്രാർത്ഥിക്കാം. അത് നമ്മൾ പിറ്റേ ദിവസം വരുമ്പോൾ ചേച്ചി ആവേശത്തോടെ വന്ന് ചോദിക്കാറുണ്ട്, ആ സാരി നടന്നോ, നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെയെല്ലാം ചോദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏറ്റവും നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമ തന്നെയാണ് രേഷ്മ ചേച്ചി. അപ്പം നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലെ പോക്ക് കേസോ അങ്ങനെയൊന്നുമല്ല. ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ നിർത്തണം. കാരണം അതുപോലെ ഇപ്പോൾ സംസാരിച്ചാൽ മാത്രമേ, ഇപ്പോൾ പ്രതീക്ഷ എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ എല്ലാവരോടും മിങ്കിൾ ചെയ്യും, പെട്ടെന്ന് ഫ്രണ്ട് ആവുകയും അങ്ങനെയൊക്കെ ഒരു മൈൻഡുള്ള ഒരാളാണ്. ആളൊരു കുഞ്ഞാളാണ്, ഒരുപാട് വലിയ ആളൊന്നുമല്ല, ഒരു കുഞ്ഞാളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പുറത്ത് പോകുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിനെതിരെ നമ്മൾ മോശമായിട്ട് പറയരുത്. എൻ്റെ അഭിപ്രായം വെച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കൊല്ലം സുധിച്ചേട്ടനുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നതും. അതുപോലെ തന്നെ ഇപ്പം എങ്ങനെ, അതുപോലെ തന്നെ എന്താണ് പറയേണ്ടത്, കിച്ചു എന്ന മോനെക്കുറിച്ചും അതുപോലെ തന്നെ സുധിച്ചേട്ടനെ കുറിച്ചും ഒക്കെ ഇപ്പോൾ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ വാതോരാതെ അന്നും സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ ചേച്ചി. ഞങ്ങൾ പഠിക്കുന്ന ആ കാലഘട്ടത്തിലായിരുന്നു അഫെയർ ഉണ്ടായിരുന്നത്. അപ്പോൾ എറണാകുളത്ത് എന്തോ ജോലി സംബന്ധമായി പോയ സമയത്തായിരുന്നു സുധിച്ചേട്ടനെ കാണുന്നതും ഇടുന്നതും എന്നൊക്കെയാണ് ഞങ്ങളോട് ഷെയർ ചെയ്യുക. കാരണം എന്നും സുധിച്ചേട്ടൻ്റെ കാര്യമാണെങ്കിലും കിച്ചുവിൻ്റെ കാര്യമാണെങ്കിലും അവൻ പാവമാണ്, ആദ്യത്തെ വൈഫ് ഇട്ടിട്ട് പോയതാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അന്ന് മുതലേ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്ന വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചേച്ചി കാണിച്ചിട്ട്, അതുപോലെ അന്ന് തൊട്ടേ അവർ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ദിവസം കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് ഫ്ലവേഴ്സ് ചാനലിൽ പോകുന്നതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ചേച്ചി ഷെയർ ചെയ്യുമായിരുന്നു, സംസാരിക്കുമായിരുന്നു വാട്സപ്പ് വഴി. ചേച്ചിക്കും സൂചന പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത് സംസാരിച്ചിരുന്നു. അതുപോലെ ആ സമയത്ത് വരെ നമുക്ക് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺടാക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല ചേച്ചിയായിട്ട്. എങ്കിലും എൻ്റെ കൂടെ പഠിച്ചു എന്നൊരു വ്യക്തിയെ എനിക്കറിയാം എങ്കിൽ ഞാൻ ആളെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ മോശമാണെന്ന് തോന്നി പിടിച്ചു. 2 ദിവസമായിട്ട് എനിക്കെന്തോ ഈ രേഷ്മ ചേച്ചിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാൻ നേരത്തെ വീഡിയോസ് ഇപ്പോൾ രേണുസുതിയുടെ യഥാർത്ഥ നെയിം രേഷ്മ എന്നാണ്. ഇവരുടെ കൂടെ പഠിക്കുമ്പോൾ ഔദ്യോഗിക നെയിമിന് രേഷ്മ എന്നാണ്. പിന്നീടാണ് അത് രേണു എന്നൊക്കെ ആക്കിയത്. അപ്പം ഈ കുട്ടിക്ക് വേണമെങ്കിൽ ഇതൊന്നും പറയാതിരിക്കാം. കാരണം കഴിഞ്ഞ ദിവസം ലൈവിൽ രേണുസുതിയോട് ആരോ നീ ഒരു വെടിയല്ലേ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അത്രയും വരെ ചോദിച്ചു. സത്യത്തിൽ ആ ചോദ്യത്തിന് അങ്ങനെയൊന്നും ചോദിക്കരുത്. അവരൊരു വിധവയാണ്, അവർ തൊഴിലെടുത്ത് ജീവിക്കുന്ന, അവരെടുക്കുന്ന തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ആ ഒരു കാര്യം അവിടെ ആക്ടിങ് എന്ന ലെവലിൽ വയറ് കാണിച്ച് ഫോട്ടോഷൂട്ടോ അല്ലെ അങ്ങനെയുള്ള ആൽബം ഇതൊക്കെ കാണിക്കുന്ന കരുതി അവർ ഈ കുട്ടി പറഞ്ഞ പോലെ അവരൊരു
തോക്ക് കേസാണെന്നുള്ള ഒരു ലേബൽ ഒട്ടിച്ച് നിങ്ങൾ അവിടെ കൊടുത്തിട്ട് ആ രീതിക്ക് നിങ്ങളെ ചോദ്യം ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ ദൈവത്തിന് പുറക്കാഴിയെന്ന് പറയാം. അത് വളരെ മോശമാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാട്ടും കാര്യമായിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്ന സിനിമാ നടികളോടൊന്നും ആർക്കും ഒന്നും ഇങ്ങനെ നീ ഒരു വെടിയല്ലേ എന്ന് പോയി ചോദിക്കുന്നുണ്ടോ? അവരൊരു ഇനാഗ്രേഷന് വന്ന് അവിടെ പോയി പല്ലടിച്ച് കാണിച്ച് നിൽക്കുന്നവരാണ് അധികം പേര്, അല്ലെ ആരാധനയോടെ കാണുന്നവരാണ് അധികം പേര്. ചില സിനിമാ താരങ്ങളെ, ചില നടിമാരെ വല്ലാതെ ആരാധിക്കുന്നവരെ എനിക്കറിയാം. എന്തോ ഒരു ആരാധനയാന്ന് തോന്നുന്നു, അങ്ങനെ കാണാം. പക്ഷേ ഇവർക്കിതൊന്നും പറ്റില്ല. ഇവരെന്തേലും ചെയ്ത ഉടനെ നീ വെടിയല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ചോദ്യം കൂടെ കേട്ടോണ്ടായിരിക്കാം ഈ പെൺകുട്ടി ഇപ്പോൾ വന്ന് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സത്യത്തിൽ ഇവർക്കിത് പറയേണ്ട കാര്യമില്ല. കൂടെ പഠിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് ഇവരും ആദ്യം നെഗറ്റീവ് ഓർത്തിരുന്നു എന്ന് ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അഭിനയിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ ഇങ്ങനെ ചെയ്ത, വേറെ എന്തെങ്കിലും തൊഴിലിന് പൊക്കൂടെ എന്നുള്ള രീതി. പഠിച്ച നേഴ്സിംഗ് പഠിച്ചാണ്, ഏവിയേഷൻ കോഴ്സ് പഠിച്ചാണ് രേണു. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കോഴ്സിന് ജോലിക്ക് പൊക്കൂടെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ ആൽബം ഒക്കെ നോക്കുമ്പോൾ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി പറയുന്ന പോലെ തന്നെ ഇതിനു മുന്നേ സിനിമയിൽ വന്നിട്ടുള്ള പലർക്കും ഈ പറയുന്ന പോലെ അഭിനയം അങ്ങോട്ട് കയറുമ്പോഴേ ഒത്തിട്ടൊന്നുമില്ല. മീര യാസ്മിൻ വളരെ അഭിനേത്രിയാണെന്ന് പറഞ്ഞ് നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കസ്തൂരിമാൻ എന്ന സിനിമയിൽ വന്നപ്പോൾ ഡാൻസ് ചെയ്യാനോ ഒന്നും, ഒരു തിരുവല്ലയിലുള്ള ഒരു ഗ്രാമപ്രദേശത്തു നിന്ന് വന്ന കുട്ടിയാണ് മീര യാസ്മിൻ. ആ കുട്ടിയെ അഭിനയം പഠിപ്പിച്ചതോ ഡാൻസ് പഠിപ്പിച്ചതോ ഒരു വർത്താനം പറയാൻ പഠിപ്പിച്ചതും ഒക്കെ ദിലീപാണെന്നാണ് പറയുന്നത്. ആ സെറ്റിൽ വെച്ച് ട്രെയിനിങ് കൊടുത്ത് ദിലീപാണ് പഠിപ്പിച്ചത്. അങ്ങനെ ഇവിടെ പലരും ഉണ്ട്. പലർക്കും അല്ല ഡാൻസും കലാതിലും ഒക്കെ ആയിട്ട് വന്നവർക്ക് അഭിനയം പെട്ടെന്ന് വഴങ്ങും. അതല്ലാതെ വന്ന നടിമാർക്കൊന്നും പെട്ടെന്നൊന്നും അഭിനയം വഴങ്ങത്തൊന്നുമില്ല. ഒന്നേ സംവിധായകർ ഈ സിനിമ തുടങ്ങുന്നതിന് മുന്നേ 10 ദിവസം വർക്ക്ഷോപ്പ് അവർ കൊടുക്കും, ആ കഥാപാത്രമായിട്ടൊക്കെ എടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുന്നിൽ ഒരു 1500 റിഹേഴ്സലും എടുത്ത് ടേക്ക് എടുത്ത് ഇതൊക്കെ കാണിച്ചാണ് ഈ വലിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ പലരും ഇരിക്കുന്നത്. അപ്പോൾ രേണുസുതി ഇപ്പോൾ അഭിനയിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അവർ ആ ഇറങ്ങിയ ഉടനെ തന്നെ അവർ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ ഇൻ്റർവ്യൂവിൽ അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ പറയുന്നുണ്ട്, വെറൈറ്റി മീഡിയയിൽ സുധിയെ കൊല്ല സുധിയെ ആദ്യ ഭാര്യ മരിച്ചു പോവോ ഉപേക്ഷിച്ച് പോവോ അങ്ങനെ കണ്ടല്ലേ, അത് കഴിഞ്ഞപ്പോൾ കല്യാണം ആലോചിച്ചപ്പോൾ വന്നവരെല്ലാം സിനിമയിൽ അഭിനയിക്കാനും അല്ലെ ആ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഒരു ഉപകരണമാക്കാൻ വേണ്ടി സുധിയെ ഒരു ഉപകരണമാക്കാൻ വന്നവരാണ് പലരും. പക്ഷേ ഈ പെൺകുട്ടി രേണു മാത്രമാണ് രേണുവിന് അഭിനയിക്കണമെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ ചേട്ടൻ്റെ സപ്പോർട്ടായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞു നിന്ന ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സുധി പറഞ്ഞു, നീയാണ് മോളെ യഥാർത്ഥത്തിൽ നിനക്കാണ് നല്ല സ്വഭാവം എന്നുള്ള രീതി പറഞ്ഞത്. പിന്നെ കാലം കഴിഞ്ഞ് ഇപ്പോൾ അവർക്ക് അടുപ്പി തീ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഭർത്താവ് മൂലം അറിയാവുന്നതും പരിചയമായ ഒരു ഫീൽഡിലോട്ടാണ് അവർ ഇറങ്ങി തിരിച്ചത്. പിന്നെ ആ ഫീൽഡിന് പല മൈനസ് പോയിൻ്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ എൻ്റെ വയറ് കണ്ടാൽ നല്ലതായതുകൊണ്ടാണ് ഞാൻ വയറ് കാണിച്ചതെന്ന് ഇന്നലെ വെറൈറ്റി മീഡിയ പറയുന്നുണ്ട്. വയറ് കണ്ടാൽ നല്ലതാകുന്ന ഒത്തിരി പെൺകുട്ടികൾ ഇവിടെയുണ്ട്, അവരെല്ലാം വയറ് കാണിക്കുന്നില്ല. പക്ഷേ രേണുസുതിക്ക് വയറ് കാണിക്കേണ്ട വന്നത് എന്താ വെച്ചാൽ ആ ഫീൽഡിൽ പോയതുകൊണ്ടാണ്. ആ ഫീൽഡിൻ്റെ പ്രത്യേകതയാണത്. അവിടെ വയറ് ഭംഗിയുണ്ട്, വയറ് അവർ കാണിക്കാനുള്ള പരിപാടി ഒപ്പിച്ചിരിക്കും, ഉപദേശിച്ച് അവിടോട്ട് ഇറക്കി കഴിയും. കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞ് നാളെ തൊട്ട് തൊഴിലില്ല. അതാണ് ആ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ വെടിയെന്നൊക്കെ വിളിച്ച് സത്യം പറഞ്ഞാൽ അധിക്ഷേപിക്കരുത്. അവരൊരു തൊഴിലെടുക്കുന്നു, അവർ ജീവിച്ചു പോട്ടെ എന്നൊന്ന് കരുതണം. ദയയില്ലാതെ, അല്പം പോലും ദയയില്ലാതെ പെരുമാറരുത്. എന്നാൽ ഞാനിവിടെ എപ്പോഴും പറയുന്നു, എനിക്ക് കോപ്രായം കാണിക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു റോഡിൽ പോയി നിന്ന് രണ്ടുപേരൂടെ കാണിക്കുന്നുണ്ട്, നമുക്ക് കലിപ്പേ വരുള്ളൂ, ശരിക്കും കലിപ്പേ വരുള്ളൂ. അന്ന് ഞാൻ അങ്ങനെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തുവാ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആൾക്കാരെ ഈ ഇത്രയും നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ സൈബർ അറ്റാക്ക് ഉള്ള സമയത്ത് അത് ഒന്നുകൂടെ കൂട്ടുന്ന രീതിയിൽ ആൾക്കാരെ ചൊറിയുന്ന പോലത്തെ ഒരു റിയലായിപ്പോയി. അതൊന്നും അല്ലാതെ ബാക്കി അവനവൻ്റെ ജീവിതം നോക്കി അഭിനയിച്ച് നന്നായിട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിന് ഇത്ര ആക്ഷേപിക്കേണ്ടതായ ഒരു കാര്യമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.